രാവിലെ എണീറ്റ് വന്ന വഴി കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ച് കുറച്ച് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ട് നേരെ തന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് കുറച്ച് ക്രീമും മാരി പൊത്തിയിട്ടുണ്ട്. ഒന്ന് വെളുക്കുകയാണെങ്കിൽ വെളുക്കട്ടെ. പിന്നെ നേരെ നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ പിന്നെ കുറച്ച് അരി തന്നെ ആദ്യം ഫസ്റ്റ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, അതാകുമ്പോൾ കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ തെർമ കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അരിയൊക്കെ അളന്നിട്ടപ്പോഴാണ് ഒരു കാര്യം പിടി കിട്ടിയത്. നമ്മുടെ അരി തീർന്നു പോയി കേട്ടോ. സാരമില്ല, നമ്മൾ തലേദിവസം മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം. പക്ഷേ നമുക്ക് സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും എടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയില്ല കേട്ടോ. കൂടുതലും മടിമട്ടിയാണ് കേട്ടോ ഞങ്ങൾ മേടിക്കാറുള്ളത്. ആ സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ചിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ജിഞ്ചർ ടീ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തി കുഴക്കലാണ്. ചപ്പാത്തി കുഴക്കൽ, പരത്തൽ, ഷേപ്പ് നോക്കിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് എന്താണേലും ചപ്പാത്തിക്ക് ഷേപ്പും കിട്ടിയില്ല. അതെ ഇതും ആയിരുന്നു കേട്ടോ അവസ്ഥ. ഇതേ കുറച്ച് തക്കാളിയും സവോളയും കൂടി ആണെങ്കിൽ വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, മുട്ടക്കറിക്ക് വേണ്ടിയിട്ട്. അത് നന്നായിട്ട് വരണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചേക്കാമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അജേഷനാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വിശക്കുവാണെന്നും പറഞ്ഞാട്ടോ എഴുന്നേറ്റ് വന്നേ. എന്താണേലും ബ്രഷൊക്കെ ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കട്ടെ. വേഗം തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് മീൻകറി വെക്കാനുള്ളതാണേ. കഴിക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാനാണെങ്കിലും മുട്ടക്കറിക്കകത്ത് കുറച്ച് നട്ട്സും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. നട്ട്സ് അരച്ച് ചേർക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, കൊഴുപ്പും കിട്ടും കേട്ടോ കറിക്ക്. എന്താണേലും ഞാനും അജേഷനും കൂടെ ഫുഡൊക്കെ കഴിച്ചു. സായിക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീൻ മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീനും കൂടെ എടുത്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ തോരൻ വെക്കാനായിട്ട് ഞാൻ ഈ പ്രാവശ്യം വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തത്. എന്താണേലും സായിക്കുട്ടൻ ഈ സമയം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അവൻ തന്നെ ഫുഡ് കഴിച്ചോളും. പ്രത്യേകിച്ച് ചപ്പാത്തി ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ കൊടുക്കാറുണ്ട്. ചപ്പാത്തി ആകുമ്പോൾ അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവൻ തന്നെ വാരി തിന്നോളും. എന്നാലും അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹാള് വന്ന് നിന്ന് ഞാൻ ഇതൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ആ സമയം കൊണ്ട് നമ്മുടെ മീൻകറി ആണെങ്കിൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കറി സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. എന്തൊക്കെയോ അറിയാവുന്ന പോലെയൊക്കെയാണ് വെക്കുന്നത്. നന്നായിട്ട് വരാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എനിക്കില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മോരുകറിയും ഉണ്ട് കേട്ടോ. മോരുകറി മീനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. എന്നാണേലും നമ്മുടെ സായിക്കുട്ടൻ ഇവിടെ വന്ന് ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനാണോ അതോ എനിക്ക് ഇരട്ടിപ്പണിക്കാണോ എന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇവനെ ഒന്ന് കൈയൊക്കെ വാഷ് ചെയ്തെടുത്തു കേട്ടോ. അത് മതി, അമ്മ എടുത്ത് ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് അമ്മ കൈ കാണിച്ചു ഇങ്ങനെ വെച്ചിട്ട് മാത്രം മതിയോ? സായിക്കുട്ടിൻ്റെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ വെള്ളവും പോയി, കുറേ സമയവും പോയി അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ എന്താണേലും നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ അപ്പോഴത്തേക്ക് റെഡിയായി ഒക്കെ വന്നിട്ടുണ്ട്. സമയം പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല. എന്താണേലും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും വെണ്ടയ്ക്ക തോരനും മോരുകറിയും മീൻ വറുത്തതും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ മോരുകറിക്ക് നല്ലൊരു പുളി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ മേടിച്ചുകൊണ്ട് വന്ന അന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല, പിറ്റേ ദിവസമാണ് കേട്ടോ വെച്ചത്. അപ്പോഴത്തേക്കും കുറച്ച് പുളിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സായിക്കുട്ടനും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ കഴിക്കാൻ. ഞാനും ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. പിന്നെ ഞങ്ങൾ ഈവനിങ് ആണെങ്കിൽ സായിക്കുട്ടനെയും കൊണ്ട് ഒന്ന് പുറത്ത് പോയി കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. പാർക്കിൽ ചെന്നപ്പോൾ അവൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ അവൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അവൻ്റെ സാധനങ്ങളൊക്കെ കളിച്ചതൊക്കെ തിരിച്ചു വെക്കുവാണ് കേട്ടോ. അടുക്കിപ്പെറുക്കി കിടക്കാറായില്ലേ. പിന്നെ അപ്പോൾ അവൻ തന്നെ വെച്ചോളും കേട്ടോ അവൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ. ഓക്കെ. അങ്ങനെ സായിക്കുട്ടൻ്റെ അടുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തേക്ക് നമ്മൾ ചപ്പാത്തി നൂഡിൽസ് ആട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ചപ്പാത്തി നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു സിനിമയും കണ്ടിട്ട് കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.